20,000 രൂപക്കൊക്കെ ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാണെങ്കിൽ ഒരു മെഗാ ഓഫർ ആട്ടോ. 20 കിലോമീറ്ററിന്റെ മുകളിൽ 7 സീറ്ററിലെ വാഹനത്തിന് മൈലേജ് കിട്ടുമെങ്കിൽ അടിപൊളി ഒരു വാഹനം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 750 സിബിൽ സ്കോറും അതിന്റെ ട്രാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 1 ലക്ഷം വരെ ക്യാഷ് ബാക്കും ഈ വാഹനത്തിന് കിട്ടും. അതല്ല 700 സിബിൽ സ്കോർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 7 സീറ്റർ 2018 മോഡൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് കൂടുതലുള്ള അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറവുള്ള ഒരുപാട് എൻക്വയറി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ 2 7 സീറ്റർ വാഹനവും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് പെട്രോൾ എഞ്ചിനാണ്. 2018 ലാസ്റ്റ് മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള BRV ആണ് നമ്മൾ ഈ ഒരു 7 സീറ്റർ വാഹനം. ഇതാണെങ്കിൽ ഡീസലാണ്. 2016 മാനുഫാക്ചറും 2017 ഡെലിവറി, 17 തന്നെ ഡെലിവറിയും രജിസ്ട്രേഷനും ഒക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള 2 വാഹനങ്ങളാണ്. ഇത് ഡീസലിൽ ഏകദേശം 20-24 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ഇത് 15-17 കിലോമീറ്റർ വരെ ഈ വാഹനവും മൈലേജ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് മൈലേജ് കൂടിയ വാഹനമാണ് ആദ്യം പരിചയപ്പെടുന്നത്. 2016 മാനുഫാക്ചറും 17 ഡെലിവറിയും 17 രജിസ്ട്രേഷൻ വരുന്ന ഹോണ്ടയുടെ 7 സീറ്ററിൽ മൊബീലിയോ ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇതിന്റെ മുന്നേ വരുന്നത് 14 മുതൽ 15 ലാസ്റ്റ് വരെയാണ് മൊബീലിയോ ഇറങ്ങിയിട്ടുള്ളത്. 16 ശേഷം വന്നിട്ടുള്ളത് ഹോണ്ടയുടെ BRV ആണ്. ഈ ഒരു മൊബീലിയോ കൂടുതൽ ആളുകൾക്ക് പറ്റാതിരിക്കാനുള്ള ഒരു കാരണം അതിന്റെ ഫേസും അതിന്റെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഒരു ഷേപ്പിന്റെ ഒരു രീതിയിലായിരുന്നു. ആളുകൾക്കൊന്നും അത് കൂടുതൽ പോപ്പുലർ ആയില്ല. പക്ഷേ ഈ ഒരു വാഹനം വന്നതോടുകൂടി ഹോണ്ടയുടെ തലവര തന്നെ മാറി. 2016 ശേഷം ഹോണ്ട BRVക്കൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, പിടുത്തം വിട്ട റേറ്റ് ആണ്. ഇന്നാണെങ്കിലും നല്ല സ്പോട്ടിൽ നല്ല റേറ്റ് മാർക്കറ്റിംഗിലുള്ള വാഹനമാണ്. അതും സിംഗിൾ ഓണർഷിപ്പ്. ഇതുവരെ യാതൊരുവിധ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ക്ലെയിം അങ്ങനത്തെ ഉള്ള ഒരു കംപ്ലൈന്റും നിലവിൽ ഈ വാഹനത്തിനില്ല. ഫ്രണ്ട് 2 ടയർ പുത്തൻ ടയറുണ്ട്. അതും സിയറ്റിന്റെ പുതിയ ടയറുണ്ട്. ബാക്ക് ടയർ ഒരു 50% ആ ലെവലിലാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിന് വരുന്ന ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ 3 വേരിയന്റ് ആയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. SMT, അതുപോലെ തന്നെ ഇതിന്റെ താഴെ EMT ആയിട്ട് വന്നിട്ടുണ്ട്. SMT, EMT, VX 4 വേരിയന്റ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. ഇത് ഡീസലാണ്. 2017 ഡീസൽ എഞ്ചിനിൽ 24 കിലോമീറ്റർ ആണ് മൈലേജ് ഉള്ളത്. ഈ ഒരു വാഹനത്തിലോട്ട് വരുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ഡീസൽ എഞ്ചിൻ ആണെങ്കിലും 6 ഗിയർ പ്ലസ് റിവേഴ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് കേട്ടോ. വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ കമ്പനി വരുന്നുണ്ട്. റൂഫ് റെയിൽ കമ്പനി വരുന്നതാണ്. ഡുവൽ എയർ ബാഗ്, ABS ബ്രേക്ക്, ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റൂഫിൽ സെൻട്രൽ AC വരുന്നുണ്ട്. ഈ സെക്കൻഡ് റോ സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം 3 ആളുകൾക്ക് ശരിക്കും വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. തേർഡ് റോ ആണെങ്കിലും വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിക്കി സ്പേസും ഈ വാഹനത്തിനുണ്ട്. ടയർ കണ്ടീഷൻ ഫ്രണ്ട് 2 പുതിയതാണ്. ബാക്ക് ഒരു 50% ഉള്ളൂ. റീപ്ലേസ് ഇല്ല. ഇൻഷുറൻസ് വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഈ വാഹനത്തിന് 2024 ഫെബ്രുവരി 25 ഫെബ്രുവരി ലാസ്റ്റ് വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. അപ്പൊ അത് ഈ ഇൻഷുറൻസിന്റെ കാര്യം ഓക്കെയാണ്. ഈ കിലോമീറ്റർ 1.40 ആ ലെവലിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ABS ബ്രേക്ക് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല കിടിലം ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് കേട്ടോ. വണ്ടിയുടെ വിലയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 2017 ലാസ്റ്റ് വരുന്ന ഈ ഒരു ഹോണ്ട BRVക്കും ഈ ഒരു BRVക്കും നമ്മൾ സെയിം റേറ്റിന് കൊടുക്കുന്നു. 7 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഓണം പ്രമാണിച്ച് 50,000 രൂപ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. ഈ 2 വണ്ടിക്കും നമുക്ക് 6.5 ലക്ഷം രൂപക്ക് 7 ലക്ഷം രൂപയുടെ വാഹനത്തിന് 6.5 ലക്ഷം രൂപ 2 വാഹനത്തിനും റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ 6.5 ലക്ഷം രൂപയിൽ ഈ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ 1 മുതൽ 15 തീയതി വരെ എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും ഫുൾ ഓൺ വാഹനത്തിന് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. 6.5 ലക്ഷം രൂപന്റെ വാഹനത്തിന് നമുക്ക് എക്സ്ട്രാ ഒരു ചെലവും നമുക്ക് വരുന്നില്ല. 6.5 ലക്ഷം രൂപക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം. 750 മുകളിൽ സിബിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഏകദേശം നിങ്ങൾക്ക് 7,25,000 വരെ ലോൺ കിട്ടും. ഒരു 50,000 75,000 രൂപ വരെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അടുത്തതും 7 സീറ്ററിൽ ഹോണ്ടയുടെ കൂടുതൽ ആളുകൾ
ചിലപ്പോൾ നമുക്ക് 7 സീറ്റർ വേണം, ഒരു ലോ ബഡ്ജറ്റിലോട്ട് വരണം, 2000 മോഡൽ കൂടിയ വണ്ടി വേണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതും സിംഗിൾ ഓണർഷിപ്പ്, മേജർ ആക്സിഡൻറ്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല വാഹനത്തിൽ, ഒരു റീപ്ലേസും വാഹനത്തിൽ നിലവിലില്ല. നമ്മൾ മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ, മൈനർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്നാണ്. മൈനർ ആക്സിഡൻറ്റ് സംഭവിക്കാതെ നമുക്ക് ഒരു വണ്ടിയും കിട്ടൂല. മൈനർ ആക്സിഡൻറ്റ് പറഞ്ഞാൽ പമ്പറിൽ ചെറിയ സ്ക്രാച്ച് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിന് എന്തെങ്കിലും പൊട്ടലൊക്കെ വരുമ്പോൾ കമ്പനി പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് റിപ്പയർ എന്നാണ് കാണിക്കുക. ഈ ക്ലെയിം ഈ പമ്പർ മാറുന്നതാണെങ്കിലും ഹെഡ്ലൈറ്റിൻ്റെ പൊട്ടുള്ളതിന് മാറുന്നതൊക്കെ ആക്സിഡൻറ്റ് റിപ്പയർ എന്നാണ് അതിൽ മെൻഷൻ ചെയ്യുക. അതിനാണ് മൈനർ ആക്സിഡൻറ്റും മേജർ ആക്സിഡൻറ്റും. ഈ ബാക്കത്തെ പമ്പർ, അതുപോലെ തന്നെ ഈ മഡ്ഗാർഡ്, ഈ റണ്ണിങ് ബോർഡ് പെയിൻറ്റിങ് ഒക്കെ, അതുപോലെ തന്നെ ഈ ടൈൽ ലൈറ്റ് മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൈനർ ആക്സിഡൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയും മേജർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്, എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുന്നതിലുള്ള തിരുത്തി തന്ന കേട്ടോ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ച കാരണം. ഈ ഒരു ബോണറ്റ് മാറുക, ഗ്ലാസ് മാറുക, അതൊക്കെ നോർമലായിട്ടുള്ള റേറ്റിൽ വ്യത്യാസം വരും. അതായത് അതുകൊണ്ട് നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ബോണറ്റ് മാറിയാലും നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഗ്ലാസ് മാറിയാൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. കറക്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കാരണം ഹോണ്ടയിൽ കമ്പനി കൊടുക്കുന്ന ഗ്ലാസ് അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ്സുകൾ, ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം 10-12,000 രൂപൻ്റെ അടുത്ത് റീപ്ലേസ് ചെയ്യാൻ ചിലവ് വരും. ആ ഒരു ഗ്ലാസ് ചെറിയ സ്ക്രാച്ചൊക്കെ ആയിട്ട് നമ്മൾ മാറുമ്പോൾ ഒറിജിനൽ അല്ലാത്ത ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് രാത്രിയിൽ വിസിബിലിറ്റി കുറയും. പുറമേ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ വട്ടം നമുക്ക് ഒരു അസഹനീയമായി തോന്നും. ആ രീതിയിലായിട്ട് ഈ ഗ്ലാസ് മാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല നമ്മൾ ഗ്ലാസ് മാറുന്നത് കമ്പനി ഗ്ലാസ്, കമ്പനിയിൽ നിന്ന് തന്നെ മാറുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ റേറ്റിൽ വ്യത്യാസം വരും. ബോണറ്റും ഗ്ലാസും മാറിയ വാഹനം നമ്മുടെ കയ്യിൽ വരാറുണ്ട്. ഈ വാഹനം ഒന്നും റീപ്ലേസ് ഇല്ലാല്ല കേട്ടോ, അതിന് റേറ്റിൽ വ്യത്യാസം വരും. ഈ വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാറിയ വാഹനത്തിന് ഏകദേശം മാർക്കറ്റ് റേറ്റിനേക്കാൾ ഒരു 50,000 രൂപൻ്റെ വ്യത്യാസം നിർബന്ധമായിട്ട് വരും. അതുപോലെ തന്നെ ഡോറ് മാറുക, ഡോറിൻ്റെ ഗ്ലാസ് മാറുക, അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് എടുക്കുന്ന ആളുകൾക്ക് ആ വാഹനത്തിൻ്റെ റേറ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യപ്പെട്ട് എടുക്കാം. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറി എന്ന് വിചാരിച്ച് നമുക്ക് മേജറായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാനില്ല. മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് അപ്രോണ്, ചെയ്സ്, അതുപോലെ തന്നെ ബോഡി പില്ലർ, ഈ ബോഡിയുടെ മൊത്തം ഷെല്ല് മൊത്തം അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ, ചെയ്സ് മൊത്തം തട്ടിയിട്ട് നിൽക്കം നിർത്തുക, അതുപോലെ തന്നെ അപ്രോണിൻ്റെ ഭാഗത്തൊക്കെ പരിക്ക് വന്നിട്ട്, അതാണ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകൾ. അതിലും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ ടോട്ടൽ ലോസിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലാക്കുക എന്താണ് മേജർ ആക്സിഡൻറ്റ്, മൈനർ ആക്സിഡൻറ്റ്, ഇനി ടോട്ടൽ ലോസ് എന്നൊക്കെ മനസ്സിലാക്കുക. 2018 ലാസ്റ്റിലാണ് ഈ വാഹനം വന്നുള്ളത്. നിലവിൽ ഒരു മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളും ഒന്നും ഈ വാഹനത്തിലില്ല. ഫ്ലഡ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 2018 ലാസ്റ്റ് വാഹനം, സിംഗിൾ ഓണർഷിപ്പാണ്. 4 ടയറും ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന ടയറാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് 2025 ലാസ്റ്റ് 6 മാസം വരെ 8 മാസം വരെയൊക്കെ, 25 8 മാസം വരെ 6 മാസം വരെയൊക്കെ ഇൻഷുറൻസും പുതിയതാണ്. ഫസ്റ്റ് ക്ലാസ് ആണ്. സെൻട്രൽ ലോക്ക് SMT തന്നെ കേട്ടോ. പെട്രോള് ഡീസൽ എന്നുള്ള മാറ്റം ഇതിലുള്ളൂ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, DR ലൈറ്റ് വരുന്നുണ്ട്. അവർക്ക് കസ്റ്റമർ ഇതൊക്കെ കമ്പനി വരുന്ന കേട്ടോ, എക്സ്ട്രാ ഒന്നും ഈ വാഹനത്തിലൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു വാഹനത്തിൽ ഇല്ലാത്തത് ഈ ഒരു വാഹനത്തിലും സീറ്റ് കവർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ AC വരുന്ന വാഹനമാണ്. സെൻട്രൽ AC വരാത്തത് ഇതിൻ്റെ താഴെയുള്ള ബേസ് വേരിയന്റിലാണ് വരാതിരിക്കുക. ഇതിൽ സെൻട്രൽ ലോക്ക്, റിമോട്ട്, കമ്പനി സ്റ്റീരിയോ ഉള്ളത്. അടിപൊളി സോണിയൻ്റെ 45,000 രൂപൻ്റെ ടച്ച് സ്ക്രീനും ഈ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, സ്റ്റാരിങ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 2018 ലാസ്റ്റ് ഈ ഒരു വാഹനത്തിനും നമ്മൾ 7 ലക്ഷം രൂപ ആസ്കിംഗ് ആണ്. 50,000 രൂപ ഡിസ്കൗണ്ട് അയച്ചിട്ട് 6.5 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഈ ഒരു വാഹനവും 6.5 ലക്ഷം രൂപക്ക് നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും. ഈ 2 വാഹനത്തിനും 7 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് ലോൺ ചെയ്യാം. 750 സിബിലും 6 മാസത്തെ ബാങ്കിങ് ഉണ്ടെങ്കിൽ ഈ 2 വാഹനവും സെപ്റ്റംബർ 15-ാം തീയതിക്ക് മുമ്പിൽ നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ലോണിന് ടോക്കൺ ചെയ്തിട്ട് കാര്യമില്ല.
ഡെലിവറി എടുക്കുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ 15 മുന്നേ ഡെലിവറി എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫുൾ ഓൺ വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ട് സെയിലാണ് നമുക്ക്. അപ്പോൾ അടിപൊളി വീഡിയോ ആണ്. 7 സീറ്റർ വാഹനമാണ്. 20,000 രൂപക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ 2 വാഹനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും കസ്റ്റമർക്ക് 7 സീറ്റർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കാറുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും, വില കുറയും. അപ്പോൾ ഏത് വാഹനങ്ങളാണെങ്കിലും റീപ്ലേസ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ റീപ്ലേസ് ഉള്ള വാഹനത്തിൻ്റെ റേറ്റിനാണ് നമ്മൾ എടുക്കുക. അതേ റേറ്റിനാണ് നമ്മൾ റീപ്ലേസിനുള്ള വാഹനത്തിൻ്റെ മാർക്കറ്റ് എന്താണോ ആ ഒരു മാർക്കറ്റ് റേഞ്ചാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുക. ഇത് രണ്ടും ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മായ്ച്ചിട്ടില്ല, വ്യക്തമായിട്ട് കൊടുക്കാൻ പറ്റും. നമ്പർ മായ്ക്കാതെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളെ ചെയ്യുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ നമ്പർ മായ്ച്ചിട്ടേ കൊടുക്കാൻ കഴിയുള്ളൂ. അത്രയും ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് ഹിസ്റ്ററി, ടോട്ടൽ ലോസ്, അതുപോലെ തന്നെ കമ്പനി സർവീസ് എല്ലാം കമ്പനിയിലാണ്. രണ്ടും സിംഗിൾ ഓണറാണ്. മേജർ ആക്സിഡൻറ്റോ ഇൻഷുറൻസിൽ വരെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വാഹനം എടുക്കുക. ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതുപോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്തൊപ്പം കൂടുക.